അറബിക്കടലിൽ കത്തിയ വാൻഹായ് 503 കപ്പലിലെ കൂടുതൽ ഭാഗങ്ങൾ കരയ്ക്കടിയുന്നു. ആലപ്പുഴ പറവൂർ കടൽ തീരത്ത് കപ്പലിലെ ലൈഫ് ബോട്ട് അടിഞ്ഞിട്ടുണ്ട്. ഷാജഹാനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ഷാജഹാൻ, അതായത് ഒരു സമയത്ത് ആശങ്കയുണ്ടായിരുന്നു ഇത്തരത്തിൽ ഏതെങ്കിലും കപ്പലിന്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളുടെ ഭാഗങ്ങളോ ഒരുപക്ഷെ കേരള തീരത്ത് അടിയുമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴിതാ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷേ അടിഞ്ഞത് ലൈഫ് ബോട്ടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, ജൂൺ 8-നാണ് വാൻഹായ് 503 എന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അതിനുശേഷമാണ് കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയത്. ഏതാണ്ട് 157 കണ്ടെയ്നറുകൾ ഉള്ളതായിട്ടാണ് വിവരങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ 20 കണ്ടെയ്നറുകൾ രാസവസ്തുക്കൾ നിറഞ്ഞതും അപകടകരമാണ് എന്നുള്ളതാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. ഇതേ തുടർന്ന് കനത്ത ജാഗ്രതയിലായിരുന്ന കേരളത്തിന്റെ തീരപ്രദേശം. ഇതിനിടയിലാണ് ഇന്നേരം അല്പസമയം മുൻപ് ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശത്ത് പറവൂരിന് സമീപം ഈ ബോട്ടിലേക്ക് കത്തിയ വാൻഹായ് എന്ന ചരക്ക് കപ്പലിലെ ഒരു സുരക്ഷാ ബോട്ട് അവിടുത്തെ എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അതിലെ ജീവനക്കാർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ചെറിയ ബോട്ട് ഇപ്പോൾ ആലപ്പുഴ പറവൂർ കളക്ടറേറ്റ് തെരഞ്ഞെടുക്കുന്നത്. അതിപ്പോൾ അവിടുത്തെ ജില്ലാ ഡെപ്യൂട്ടി കളക്ടറും അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാരും അതോടൊപ്പം തന്നെ പഞ്ചായത്തും ഒക്കെ ചേർന്ന് അത് കരയ്ക്ക് വലിച്ച് കയറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മുടിയിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളും അതിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ തന്നെ തീരത്തടിയാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് തീരദേശ മേഖല. ശരി ഷാജഹാൻ, വാൻഹായ് 503 കപ്പലിലെ ഭാഗം ആണ്, അതായത് കപ്പലിലെ ലൈഫ് ബോട്ടാണ് ഇപ്പോൾ ആലപ്പുഴ പറവൂർ കടലിന്റെ തീരത്ത് അടിഞ്ഞിട്ടുള്ളത്. നേരത്തെ കൊല്ലത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൂടുതൽ, അതായത് ഈ കണ്ടെയ്നറുകളുടെ ഭാഗമൊക്കെ അടിയുമോ എന്നുള്ളൊരു ആശങ്ക അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അത് തുടരുന്നുണ്ട്.